എന്നാൽ പിന്നെ ഒന്ന് കയറി കഴിച്ചു കളയാന്ന് വിചാരിച്ചു. ബീഫ് കഴിച്ചപ്പോഴേ അസാധ്യമായ ടേസ്റ്റ്. ഒരു ചിക്കൻ പരട്ടോടെ തരും ഏട്ടാ. ഇനി അതും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതെല്ലാം കൂടെ ഇവിടെ കൊണ്ട് വെച്ചിരുന്നാലും കാണാനും പറ്റുന്നില്ല. എൻ്റെ ആ നിറം കണ്ടോ, നല്ല മുളകൊക്കെ ഇട്ട് നല്ല പാകപ്പെടുത്തിയത്. ബീഫ് കൊളസ്ട്രോൾ ആണെങ്കിൽ അതൊക്കെ നമ്മൾ കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഡോക്ടർമാർ പറയുന്നത് മറന്നുപോയിട്ട് കഴിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അതൊക്കെ മറക്കും. ഒരു കൊടുക്കുന്ന ടേസ്റ്റ് ഉണ്ടാകും. എന്നെ അറിയാവുന്നവർക്ക് പൊതുവെ അറിയാം, ഞാൻ ഈ പൊറോട്ട അങ്ങനെ പൊതുവെ കഴിക്കുന്ന ആളല്ല. ഇത് ബീഫും അങ്ങനെ കഴിക്കുന്ന ആളല്ല. പക്ഷേ ഞാൻ ഈ വ്ളാത്താങ്കര, ചേട്ടാ സ്ഥലത്തിൻ്റെ പേരെന്നോട് പറഞ്ഞേ, കുന്നുവിള ഭാഗത്ത് വന്നപ്പോൾ ഒരു ബോർഡ് കണ്ടു, പൊറോട്ട, ചിക്കൻ പെരട്ട്, ബീഫ് പെരട്ട് ഒക്കെ ഉണ്ടോ. നാട്ടും പുറമല്ലേ. എന്നാൽ പിന്നെ ഒന്ന് കയറി കഴിച്ചു കളയാന്ന് വിചാരിച്ചു. ബീഫ് കഴിച്ചപ്പോഴേ അസാധ്യമായ ടേസ്റ്റ്. ഒരു ചിക്കൻ പരട്ടോടെ തരും ഏട്ടാ. ഇനി അതും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതെല്ലാം കൂടെ ഇവിടെ കൊണ്ട് വെച്ചിരുന്നാലും കാണാനും പറ്റുന്നില്ല. എൻ്റെ ആ നിറം കണ്ടോ, നല്ല മുളകൊക്കെ ഇട്ട് നല്ല പാകപ്പെടുത്തിയത്. ബീഫ് കൊളസ്ട്രോൾ ആണെങ്കിൽ അതൊക്കെ നമ്മൾ കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഡോക്ടർമാർ പറയുന്നത് മറന്നുപോയിട്ട് കഴിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അതൊക്കെ മറക്കും. ഒരു കൊടുക്കുന്ന ടേസ്റ്റ് ഉണ്ടാകും. വ്ളാത്താങ്കര നേരത്തെ ചെങ്കൽ, വ്ളാത്താങ്കര, കുന്നുവിള പറ്റുമെങ്കിൽ വന്നൊന്ന് കഴിച്ചു. എന്നാ കടയുടെ പേരെന്തായിരുന്നു? കടയുടെ പേരെന്തായിരുന്നു? കടയ്ക്ക് അങ്ങനെ പേരില്ല, കുറച്ച് ബോർഡ് മാത്രമേ ഉള്ളൂ. ജംഗ്ഷനിൽ തന്നെ കാണാം. എന്നെ പേരെന്താ? മുരുകേഷ്. എത്ര നാളായിട്ട് നടത്തുന്നു? ഇങ്ങോട്ട് വാ. ഇതെവിടെ? 6 മാസം. എവിടെ നിന്നാണ്? എവിടെ സ്ഥലം? പാചകക്കാരാ? സ്വന്തം? ചിക്കൻ പെരട്ട് നാടൻ ചിക്കൻ പെരട്ടല്ലോ? നാടനല്ല. പക്ഷേ ഇത് നമ്മൾ എല്ലായിടത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലുണ്ട്. ഇത് സത്യത്തിൽ ഒന്നും കഴിച്ചു നോക്കണം. ഞാൻ വെറുതെ പറയുന്നില്ല. ഞാൻ പൊറോട്ട കഴിക്കാത്ത ആളാണ്, ബീഫും അങ്ങനെ കഴിക്കാത്ത ആളാണ്. ബീഫ് വാങ്ങിച്ചാൽ ഒരു 2 പീസാണ് എൻ്റെ കഴിപ്പ്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചെടുത്താണ്. കൊള്ളാം കേട്ടോ. ഈ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്, ഗംഭീരം. ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെ വരും? സാധാരണ ഇതിന് ടേസ്റ്റ് കൂടാൻ വേണ്ടി വേറെ എന്തെങ്കിലും മന്ത്രം വല്ലതും ഉള്ളൂ? നാടൻ മസാല ഇടുന്നു, സ്വന്തമായിട്ടൊരു പാചകം. ഈ ഇവിടെ തുടങ്ങിയിട്ട് എത്ര ആയി? 4 മാസമായിട്ടുള്ളൂ. എങ്ങനെയുണ്ട് ആളുകളുടെയൊക്കെ കഴിച്ചവര്? ദൂരെ നിന്ന് ആരെങ്കിലും വന്ന് കഴിക്കുന്നു? നേരത്തെ എവിടെ ആയിരുന്നു? ശാന്തിവിള, വെള്ളായണി തന്നെ ശാന്തിവിളയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ നിന്ന് നോക്കി നടത്താൻ പറഞ്ഞു. നോക്കി നടത്തുന്നു. കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടല്ലോ. വേറെ സഹായം വല്ലതും വേണോ ഇനി? ഇത്രയും നല്ല പാചകം ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇവിടുന്ന് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ചോദിച്ചത്, എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ അസാധ്യമായിട്ടുള്ള രുചിയാണ്. പിന്നെ പൊറോട്ട ഇച്ചിരി ചൂടോടെ അടിക്കുന്നില്ലെന്നേ ഉള്ളൂ. പൊറോട്ട ഇവിടെ അടിക്കുന്നില്ല. കൂടുതലും അങ്ങനെയുള്ള സാധനങ്ങളാണ്. പൂരിയൊക്കെ ഇവിടെ കഴിക്കാറ്. പൂരിയും ഇതും കൂടെ ബീഫും കൂടെ ഒന്ന് കഴിക്കണമായിരുന്നു. അതിൻ്റെ ഒരു കോമ്പിനേഷൻ. പൂരി ഇപ്പം ഇല്ല, ആയില്ല. പൂരി ആകുന്ന സമയമാകുന്നേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ ഗംഭീരമാണ്. വെറുതെ സൂചിപ്പിക്കാൻ പറയുന്നതല്ല. ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങളുടെ ഈ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഈ സാധനം ഇത് കണ്ടില്ലേ ഇരിക്കുന്നത്? എല്ലാം ഒന്നുമില്ല. ധൈര്യത്തിലെടുത്ത് കഴിക്കാം. ചിക്കൻ പെരട്ട് അങ്ങനെ ഇതുണ്ടല്ലേ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കിയാണ് നമുക്ക് തരുന്നത്. അതിൻ്റെ കളർ കണ്ടോ? ഇതിനകത്ത് അനാവശ്യമായ ഒരു കളറും ചേർന്നിട്ടില്ല. വ്യക്തമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും. ഇതാണ് മിസ്റ്റർ മുരുകൻ. ഹലോ. അവിടെ എന്തോ തേങ്ങ ചേരുന്നു. നിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പണികളെല്ലാം ഒറ്റയ്ക്ക് തന്നെയാണ് അല്ലേ? പാചകം, സപ്ലൈ, കാശ് വാങ്ങിക്കൽ, ഇവിടുത്തെ ഐറ്റംസിൻ്റെയൊക്കെ ലിസ്റ്റ് ഇവിടെ ഉണ്ട്.
ഹോട്ടൽ റൊമാനൂസ് എന്നൊക്കെ പഴയ പേര്. അദ്ദേഹം പക്ഷേ ആ പേര് സ്വീകരിച്ചിട്ടില്ല. കുന്നുവിള മക്കളുടെ അടുത്തൊക്കെ പോലെ കുന്നുവിളയിലും ഇതുപോലെ വൈകുന്നേരം ആളുകൾ കൂടിയിട്ട് സംസാരിക്കാറുണ്ട്. ഈ CSI ഇസ്മേനിപുരം മഹായിടവയ്ക്ക് സമീപമാണ് ഈ കടയുള്ളത്. ചെങ്കൽ ശിവലിംഗത്തിൻ്റെയൊക്കെ പരിസരം ഇവിടെയാണ്. അപ്പോൾ ഏരിയ മനസ്സിലായല്ലോ. വരേണ്ടവർക്ക് വരാം. അസാധ്യമായിട്ട് നല്ലൊരു ടേസ്റ്റ് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇതുവഴി പ്ലാത്താങ്കര ചെങ്കൽ ശിവലിംഗം കാണാൻ വരുന്നവർക്ക് വരാൻ എളുപ്പമാണ്. അതാണ് ഏറ്റവും സൗകര്യം. ഓക്കെ. ആ ചേട്ടാ, നമ്മുടെ കാശ് എത്രയായി? 250. മറ്റേത് ഫോൺ തന്നല്ലേ എനിക്ക് കാശ് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കട്ട് ചെയ്തിട്ട് ഞാൻ കാശ് പേ ചെയ്യാൻ പോകുന്നു. ഓക്കെ. ഇത് ബീഫ് കണ്ടോ, അതങ്ങ് ചൂടായി കിടന്ന് ഇളകി ഇങ്ങനെ അറിയുമ്പോൾ അതിൻ്റെ ആ ഗ്രേവിയുടെ പാകവും അതിൻ്റെ ഒരു നിറവും അതിൻ്റെ വേവും എല്ലാം നിങ്ങളൊന്ന് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ വെറുതെ പറയുകയാണെന്ന് വിചാരിക്കരുത്. വെറുതെ ഒരു പ്രൊമോഷന് വേണ്ടി പറയുന്ന കാര്യമേ അല്ല. കണ്ടോ, അതിൻ്റെ ആ നിറം കണ്ടോ, അതിൻ്റെ ഗ്രേവിയുടെ പാകം കണ്ടോ. അതായത് കറക്റ്റ് നല്ല കൊഴുത്ത ഗ്രേവി ആവശ്യത്തിന് അതിങ്ങനെ തിളച്ച് കൈ ചൂടോടുകൂടിയാണ് നമുക്ക് തരുന്നത്. ഇങ്ങനെ പൊറോട്ടയിലിങ്ങനെ മിക്സ് പൊറോട്ടയോ അല്ലെങ്കിൽ കപ്പയോ അല്ലെങ്കിൽ വിശപ്പോ അല്ലെങ്കിൽ പൂരിയിലൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് ആഹാ ഇത് കഴിക്കാറുണ്ടല്ലോ അതിൻ്റെ ഒരു സുഖം. ചേട്ടാ സന്തോഷം. ഇനി നമ്മൾ കുന്നുകളെ വരാം. ഓക്കെ. അപ്പോൾ ഇത് എല്ലാവരും കാണണമെന്ന്, നമ്മുടെ പ്രോഗ്രാം എല്ലാവരും കാണണമെന്ന് പറഞ്ഞു.